തൃശൂർ പൂരം കലക്കലിൽ ക്രൈംബ്രാഞ്ച് ADGPക്ക് റിപ്പോർട്ട് കൈമാറി പ്രത്യേക അന്വേഷണ സംഘം. റിപ്പോർട്ട് ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിക്കൊണ്ട്. മാളവള്ളിപ്പുറം ഗാനമേളയിൽ യുവാക്കൾക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിപ്രയോഗം CPMനെ പിടിച്ചുലയ്ക്കുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ DYFക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നതായി സൂചന. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 2027-28 അധ്യയന വർഷം മുതൽ 6 വയസ്സായി ഉയർത്തും. നിലവിൽ പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ പൂരം കലക്കലിൽ ക്രൈംബ്രാഞ്ച് ADGPക്ക് റിപ്പോർട്ട് കൈമാറി പ്രത്യേക അന്വേഷണ സംഘം. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിക്കൊണ്ടാണ് റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശനമില്ലെന്നാണ് സൂചന. മഠത്തിൽ വരവ് സമയം പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുമാണ് റിപ്പോർട്ടിൽ. തൊട്ടുമുന്നിലുള്ള പൂരത്തിനിടയിലും പോലീസുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ആസൂത്രിത നീക്കമുണ്ടായോ എന്ന കാര്യത്തിൽ ADGP തല യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. 16 മാസം കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയായത്. ADGP MR അജിത് കുമാറിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നാണ് സൂചന. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ച സംഭവമായിരുന്നു തൃശൂർ പൂരം കലക്കൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഈ സംഭവം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയെന്ന രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതോടെയാണ് പൂരം കലക്കലിൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രി K രാജൻ, അജിത് കുമാർ, ദേവസ്വം പ്രതിനിധികൾ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെത്തിയ കമ്മീഷണർ അങ്കിത് അശോകും സംഘാടകരും തമ്മിൽ വാക്കേറ്റമുണ്ടായെന്നും ഇക്കാര്യം അറിയിക്കാൻ അജിത് കുമാറിനെ പലതവണ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും K രാജൻ DGPക്ക് മുൻപാകെ മൊഴി നൽകി. എന്നാൽ മന്ത്രിയെ തള്ളുന്നതായിരുന്നു അജിത് കുമാറിന്റെ മൊഴി. പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചപ്പോഴേക്കും താൻ ഉറങ്ങിപ്പോയെന്നും പിറ്റേ ദിവസം രാവിലെയാണ് പ്രശ്നങ്ങൾ അറിഞ്ഞതെന്നുമായിരുന്നു അജിത് കുമാർ പറഞ്ഞത്. വിശദമായ മൊഴികളുടെ അടിസ്ഥാനത്തിലും മറ്റും നടത്തിയ അന്വേഷണത്തിൽ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തുകയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. മാളവള്ളിപ്പുറം തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ യുവാക്കൾക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിപ്രയോഗം CPMനെ പിടിച്ചുലയ്ക്കുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ DYFക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കണമെന്ന് ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നതായി സൂചന. പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയിലെ ചില നേതാക്കൾ സ്വീകരിക്കുന്നതെന്നും ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു. മാളപ്പള്ളിപ്പുറം പള്ളിയിൽ ഗാനമേളയിൽ ഡാൻസ് കളിച്ചതിന് പോലീസ് ലാത്തിചാർജ് നടത്തിയ സംഭവം വിവാദമായിരിക്കെ സംഭവത്തിൽ പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിക്കുന്നതെന്നാണ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത്. സംഭവത്തിൽ പരസ്യ പ്രതികരണം നടത്തിയ DYFI നേതാക്കളെ തള്ളിപ്പറയുന്ന നിലപാടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചത്. മാള പോലീസ് SHOയെ സംരക്ഷിക്കുക എന്ന പ്രഖ്യാപിത നിലപാടാണ് CPM ഏരിയ കമ്മിറ്റി സ്വീകരിക്കുന്നതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഗാനമേളയിൽ വിദ്യാർത്ഥികളും ഭിന്നശേഷിക്കാരനും ഉൾപ്പെടെ നിരവധി പേർക്ക് മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിട്ടും പോലീസിനെ തള്ളിപ്പറയാൻ CPM നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ യുവാക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ DYFI നേതാവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ഇന്ന് ചേർന്ന ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മുൻ സെക്രട്ടറി MM വർഗീസ് എന്നിവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ചില പാർട്ടി അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചതായി അറിയുന്നത്. ഇതോടെയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇതിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. മാള പോലീസ് SHOയെ സംരക്ഷിക്കുകയും പാർട്ടി പ്രവർത്തകരെ അകറ്റുകയും ചെയ്യുന്ന നടപടി പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നു. മുൻപും പോലീസിനെതിരെ വിമർശനം ഉയരുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് CPM മാള നേതൃത്വം ചെയ്തതെന്ന പൊതുവെ ആക്ഷേപമുണ്ട്. എന്തായാലും DYFI നേതൃത്വത്തെ ശാസനയിൽ ഒതുക്കി പ്രശ്നം അവഗണിക്കാനാണ് CPM തീരുമാനം എന്നറിയുന്നു. മീഡിയ ടൈം, മാള. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 2027-28 അധ്യയന വർഷം മുതൽ 6 വയസ്സായി ഉയർത്തും. നിലവിൽ പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രവേശന പ്രായം 6 വയസ്സാണ്. സംസ്ഥാനത്ത് ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രവേശന പ്രായം 6 വയസ്സാണ്. 2027-28 അധ്യയന വർഷം മുതൽ പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 6 വയസ്സായി ഉയർത്തുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ SCERT തയ്യാറാക്കിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിലും അറിയിച്ചിരുന്നു. പ്രീസ്കൂൾ തലത്തിൽ വിദ്യാപ്രവേശ് 1-ാം ക്ലാസ്സിൽ ഒന്നൊരുക്കം എന്ന പേരിൽ കുട്ടികളെ സജ്ജരാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 2025-26 വർഷം സർക്കാർ എയ്ഡഡ് മേഖലയിൽ 1-ാം ക്ലാസ്സിലൊഴികെ എല്ലാ ക്ലാസുകളിലും കുട്ടികളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വർധനയുണ്ടായതായും അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് കുട്ടികൾ എത്തുന്നതായുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുന്നത്. 2 മുതൽ 10 വരെ ക്ലാസുകളിലായി 40,906 വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രവേശനം നേടി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മുതിർന്ന നേതാവും മുൻ UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് വേളയിൽ സംഘാടന ശേഷിയും പരിചയസമ്പന്നനുമായ നേതാവെന്ന നിലയിലാണ് ബെന്നി ബെഹനാന്റെ പേര് പരിഗണിക്കുന്നത്. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതിനാൽ പകരം സ്ഥാനത്തേക്കാണ് ബെന്നി ബെഹനാനെ പരിഗണിക്കുന്നത്. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും മത്സരിക്കുന്നതിനാൽ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ബെന്നി ബെഹനാന്റെ പേരിനാണ് ഗണ്യമായ പിന്തുണ ലഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള പാർട്ടിയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് അധികാരമാറ്റം പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ സംഘടനാശേഷിയും പരിചയസമ്പന്നനുമായ നേതാവ് എന്ന നിലയിലാണ് ബെന്നി ബെഹനാന്റെ പേര് പരിഗണിക്കുന്നത്. ആന്റോ ആന്റണിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും ഉണ്ണികൃഷ്ണ പോറ്റി വിവാദം വിനയായെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിനും അതിന് പ്രത്യേകമായി ഒരു നയം കൊണ്ടുവരാനും കേരള ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ കുടുംബശ്രീ 7ാമത് ബഡ്സ് സംസ്ഥാന കലോത്സവം തില്ലാന 2026 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ മാലാഖകുട്ടികൾ മേരിശേഷി അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ വികാരനിർഭരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരും അവരുടെ രക്ഷകർത്താക്കളും അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും. ഈ പ്രതിസന്ധികളെല്ലാം ഗവൺമെന്റ് കാണുകയാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും തുല്യനീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കാനും അതിനു മാത്രമായി ഒരു നയം കൊണ്ടുവരാനും കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി ഒരു ബഡ്സ് പോളിസി തന്നെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ പദ്ധതി വിശദീകരിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ UP സ്കൂളിൽ ക്രിയേറ്റീവ് ഫെസ്റ്റ് നടത്തി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TN പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ കഠിനാധ്വാനം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ആ പൈസയുടെ വാല്യൂ അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ കഴിവുകളിൽ നിന്ന് നിങ്ങളുടെ അധ്വാനം കൊണ്ട് പഠനത്തോടൊപ്പം നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ കഴിവുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അതിനാണ് ടീച്ചർമാർക്ക് വലിയ സഹായം ചെയ്യുന്നത്. തീർച്ചയായും അത് ഭാവിയിൽ കൂടുതൽ നിങ്ങൾ കൂടുതൽ കരുത്തായി നിങ്ങളുടെ നാടിന്റെ ഏറ്റവും ഉത്തമ. സമ്മേളനത്തിൽ PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ MP സോണി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സുനിത, ക്രിയേറ്റീവ് കോർണർ ഇൻചാർജ് ജീന ജോസ് എന്നിവർ സംസാരിച്ചു. പാർപ്പിടം, വസ്ത്രകല, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പാഴ്വസ്തു പരിപാലനം, കൃഷി, കരകൗശലം, ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രോണിക്സ്, ഭക്ഷ്യവ്യവസായം എന്നീ വിഭാഗങ്ങളിലായി കുട്ടികൾ നിർമ്മിക്കാൻ പഠിച്ച വിവിധ വസ്തുക്കൾ ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു. PTA പ്രതിനിധികൾ, രക്ഷിതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. വൈന്തല സെന്റ് മേരീസ് ഹൈസ്കൂളിൽ കായിക ഉപകരണ വിതരണം നടന്നു. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മനോജ് കായിക ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു. നമ്മുടെ DGP വരെയായ സെൻകുമാർ സാറൊക്കെ ഇവിടെ പഠിച്ച സ്കൂളാണ്. ഒരു കാലത്ത് ഇവിടെ ഫുട്ബോൾ കോച്ചിങ്ങും സ്പോർട്സിന് കോച്ചിങ്ങും ഒക്കെ നടത്തിയിരുന്ന ഫ്രാൻസിസ് മാഷ് അദ്ദേഹം വിട്ടുപിരിഞ്ഞു.
അവരൊക്കെ മിസ്റ്റർ കേരള, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്ലെയർ വരെ എത്തിയ ഒരു വ്യക്തിത്വങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ JSMP വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ച് ചെറിയ തോതിലുള്ള കോച്ചിങ് ക്യാമ്പും അറ്റൻഡ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും വരെ പങ്കെടുത്ത് സർവീസസിൽ ജോലി നേടി വിരമിച്ചു. എന്നിരുന്നാലും ഇപ്പോഴത്തെ കാലത്തിനെ അപേക്ഷിച്ച് അന്ന് സൗകര്യങ്ങൾ കുറവായിരുന്നു. അതുപോലെ തന്നെ ഈ ജെയിൻ സാർ കരാട്ടെ ഭയങ്കര ഒരു ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞ് അതിന് മുകളിൽ പോയ ഒരു വ്യക്തിത്വമാണ്. അതിന് സെന്റ് മേരീസ് HS സമുദായം പ്രസിഡന്റ് മാർട്ടിൻ കണിച്ചായി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ജൈജൻ ഡിസിൽവ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക P വിനീത, സ്കൂൾ മാനേജർ VA പോൾസൺ, വാർഡ് മെമ്പർ സീന ജോസ് ചെമ്പകശ്ശേരി, PTA പ്രസിഡന്റ് TV ഷോണി, പ്രാൺ പ്ലാക്കൽ കോക്കാട്ടി, തോമസ് പ്ലാക്കൽ കോക്കാട്ടി എന്നിവർ സംസാരിച്ചു. വടമ വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് 3 ഗജവീരന്മാർ അണിനിരന്ന കാഴ്ചശേവേലി, കേളത്ത് സുന്ദരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം, താലം വരവ് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഫെബ്രുവരി 22 ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിക്കും. തുരുത്തിപ്പുറം ഫാദർ വർഗീസ് താണിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടപ്പുറം സെന്റ് ആൻസ് ഹൈസ്കൂളിലെ 100 വിദ്യാർത്ഥികൾക്ക് 1.5 ലക്ഷം ചെലവ് വരുന്ന സ്കൂൾ ബാഗ്, കുട, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടിൽ എന്നിവ അടങ്ങുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റ് സ്ഥാപകൻ ഫാദർ വർഗീസ് താണിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഫ്രാൻസിസ് താണിയത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ കാർമൽ ഗ്രേസ്, സിസ്റ്റർ സ്റ്റൈൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 2026-27 സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സെമിനാർ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് നാം എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് തന്നെയാണ്. ഒന്നും മാറാതെ നിൽക്കുന്നതായിട്ടില്ല. ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് നമ്മളിലൂടെ ഈ നാടിനുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ മുതൽ അവരുടേതായിട്ടുള്ള ചിന്തകൾക്ക് അനുസൃതമായിട്ട് നമുക്ക് മാറേണ്ടി വരും. അവരെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. നാളുകളിൽ എന്ത് വേണമെന്ന് തീരുമാനമെടുക്കുന്നതിൽ നമ്മളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മക്കളാണ് എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രാതിനിധ്യം കോളേജ് വിദ്യാലയങ്ങളിൽ, കോളേജ് കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കുട്ടികളെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം ചെറുതല്ല, അവരുടെ കാലഘട്ടം കൂടിയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റസോജ ഹരിദാസ്, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, KK ഹാഷിക് എന്നിവർ സംസാരിച്ചു. ഉൽപാദന മേഖല, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ഭിന്നശേഷി സൗഹൃദം, വയോജന സൗഹൃദം എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് പ്രധാനമായും നഗരസഭ ഈ പ്രാവശ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം ആയുർവേദ രംഗത്തെ സാഹിത്യ പ്രതിഭയായ കവി ഷീജ വക്കത്തിന് നൽകും. ആയുർവേദത്തിൽ MD ബിരുദധാരിയും ഭാരതീയ ആയുർവേദ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസറും മലയാളത്തിലെ പ്രമുഖ കവിയുമായ ഷീജ വക്കം 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 16 തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് രാജീവ് ഗാന്ധി മിനി ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന രാഘവൻ തിരുമുൽപ്പാടിൻ്റെ അനുസ്മരണ യോഗത്തിൽ വെച്ച് സനീഷ് കുമാർ ജോസഫ് MLA പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലേഖന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, K മുരാരി, നഗരസഭാ അംഗം ലിജി ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ തുടങ്ങിയവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം കലക്കലിൽ ക്രൈംബ്രാഞ്ച് ADGPക്ക് റിപ്പോർട്ട് കൈമാറിയ പ്രത്യേക അന്വേഷണ സംഘം. റിപ്പോർട്ട് ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിക്കൊണ്ട്.
മാളവള്ളിപ്പുറം ഗാനമേളയിൽ യുവാക്കൾക്കെതിരെ പോലീസ് നടത്തിയ ലാത്തിപ്രയോഗം CPM-നെ പിടിച്ചുലയ്ക്കുന്നു. സംഭവത്തിൽ പോലീസിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ DYFക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നതായി സൂചന. സംസ്ഥാനത്തെ സ്കൂളുകളിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 2027-28 അധ്യയന വർഷം മുതൽ 6 വയസ്സായി ഉയർത്തും. നിലവിൽ പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സ്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.